എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആയിരിക്കും ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതൊരു ശീലമാക്കരുത്. അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു കാര്യം അരുത് എന്ന് പറയണമെങ്കിൽ അവിടെ ഡോണ്ട് യൂസ് ചെയ്യുക. സോ ഡോണ്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ശീലമാക്കരുത് എന്നാണ്. മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലമാക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഡോണ്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ശീലമാക്കരുത് എന്നാണ് മീനിങ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം എന്നുള്ള മീനിങ് ആണ്. അടുത്തത് അത് അവൾക്ക് കൊടുക്കൂ. കൊടുക്കുക എന്ന് പറയുന്നത് ഗിവ്, അത് കൊടുക്കൂ എന്ന് പറയാൻ ഗിവ് ഇറ്റ്, അവൾക്ക് എന്ന് പറയാൻ ടു ഹെർ. സോ ഗിവ് ഇറ്റ് ടു ഹെർ എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് കൊടുക്കൂ എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഞാൻ മുഴുവൻ ദിവസവും പുറത്തായിരുന്നു എന്ന് പറയണം. പുറത്ത് എന്ന് പറയാൻ നമുക്ക് ഔട്ട് എന്ന് പറയാം. മുഴുവൻ ദിവസവും എന്ന് പറയാൻ ഓൾ ഡേ എന്ന് പറയാം. ഇവിടെ ഞാൻ പുറത്തായിരുന്നു എന്നല്ലേ, അപ്പം ഞാൻ ആയിരുന്നു എന്ന് പറയേണ്ടപ്പം ഐ വാസ് എന്നാണ് പറയേണ്ടത്. സോ ഐ വാസ് ഔട്ട് ഓൾ ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ ദിവസവും പുറത്തായിരുന്നു എന്നാണ് മീനിങ്. ഐ വാസ് ഔട്ട് ഓൾ ഡേ. ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ നേരത്ത് നമ്മൾ ഗിഫ്റ്റ് പൊതിയത്തില്ലേ, അങ്ങനെ പൊതിയുക എന്ന് പറയുന്നത് റാപ്പ് ചെയ്യുക എന്നാണ്. സോ ഗിഫ്റ്റ് പൊതിയുക എന്ന് പറയാൻ റാപ്പ് ദ ഗിഫ്റ്റ് എന്ന് പറയാം. റാപ്പ് ദ ഗിഫ്റ്റ്. ഇനി പൊതി അഴിക്കുക എന്ന് പറയണമെങ്കിലോ അൺറാപ്പ് ദ ഗിഫ്റ്റ്. അൺറാപ്പ് ദ ഗിഫ്റ്റ്. അൺറാപ്പ് എന്ന് പറഞ്ഞാൽ പൊതി അഴിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് പെട്ടെന്നവർ നിശബ്ദരായി എന്ന് പറയണം. പെട്ടെന്ന് എന്നെങ്ങനെയാണ് പറയുന്നത്? സഡൻലി. ഇനി നിശബ്ദരാവുക എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻറ്റ് ക്വയറ്റ് എന്ന് പറയാം. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദം എന്നുള്ള മീനിങ് ആണ്. സോ നിശബ്ദരായി എന്ന് പറയുന്നത് വെൻറ്റ് ക്വയറ്റ് എന്നാണ്. അപ്പോൾ സഡൻലി ദേ വെൻറ്റ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ നിശബ്ദരായി എന്നാണ് മീനിങ്. ഇനി അടുത്തത് നിൻ്റെ വാച്ചിൽ സമയം എത്രയായി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? സമയം എത്രയായി എന്ന് ചോദിക്കാൻ വാട്ട്സ് ദ ടൈം എന്ന് ചോദിക്കാം. നിൻ്റെ വാച്ചിൽ എന്ന് പറയാൻ ബൈ യുവർ വാച്ച് എന്നാണ് ചോദിക്കേണ്ടത്. വാട്ട്സ് ദ ടൈം ബൈ യുവർ വാച്ച്. ഇത് കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. വാട്ട്സ് ദ ടൈം ഇൻ യുവർ വാച്ച് എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയരുത്, അത് തെറ്റാണ്. വാട്ട്സ് ദ ടൈം ബൈ യുവർ വാച്ച് എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ നിൻ്റെ വാച്ചിൽ കാണിക്കുന്ന സമയം എത്രയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട്സ് ദ ടൈം ബൈ യുവർ വാച്ച്. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പം അത് ചോദിക്കാൻ നീ ആരാണ് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? നീ ആരാണ് എന്ന് ചോദിക്കാൻ ഹൂ ആർ യു. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ നീ ആരാണ്. ഇനി അത് ചോദിക്കാൻ എന്നെങ്ങനെ ചോദിക്കും? ചോദിക്കുക എന്ന് പറയുന്നത് ആസ്ക് എന്നാണ്. ചോദിക്കാൻ എന്ന് പറയണമെങ്കിൽ ടു ആസ്ക് എന്ന് വരും. സോ ഹൂ ആർ യു ടു ആസ്ക് എന്ന് ചോദിച്ചാൽ ചോദിക്കാൻ നീ ആരാണ് എന്നാണ്. അത് എന്ന് പറയാൻ ദാറ്റ് എന്ന് പറയാം. സോ ഹൂ ആർ യു ടു ആസ്ക് ദാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ നീ ആരാണ് എന്നാണ് മീനിങ്. ഹൂ ആർ യു ടു ആസ്ക് ദാറ്റ്. ഇനി അടുത്തത് ദേഷ്യപ്പെടാൻ എന്താണുള്ളത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? എന്താണുള്ളത് എന്ന് ചോദിക്കാൻ വാട്ട്സ് ദെയർ എന്ന് ചോദിക്കാം. വാട്ട്സ് ദെയർ. വാട്ട് ഈസ് ദെയർ എന്നാണ് അതിനെ ഷോർട്ടാക്കി വാട്ട്സ് ദെയർ. ഇനി ദേഷ്യപ്പെടാൻ എന്ന് പറയണമെങ്കിൽ ടു ഗെറ്റ് ആംഗ്രി. ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക എന്നുള്ള മീനിങ് ആണ്. സോ ടു ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാൻ എന്നുള്ള മീനിങ് വരും. സോ വാട്ട്സ് ദെയർ ടു ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാൻ എന്താണുള്ളത്. ഇനി അടുത്തത് അത് വ്യക്തമാണ് അല്ലെങ്കിൽ അത് സ്പഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് ഒബ്വിയസ്. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഇറ്റ്സ് ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ് എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ നിനക്ക് ബോധമില്ലേ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? നിനക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഡു യു ഹാവ് സെൻസ് എന്നാണ്. ഡു യു ഹാവ് സെൻസ്. സെൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബോധം എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. ഇല്ലേ എന്ന് ചോദിക്കണമെങ്കിലോ ഡൂവിന് പകരം ഡോണ്ട് ആക്കുക. സോ ഡോണ്ട് യു ഹാവ് സെൻസ് എന്ന് ചോദിച്ചാൽ നിനക്ക് ബുദ്ധി ഇല്ലേ അല്ലെങ്കിൽ നിനക്ക് ബോധമില്ലേ എന്നുള്ള ഒരു മീനിങ് ആണ്. ഡോണ്ട് യു ഹാവ് സെൻസ്. പിന്നെ നമ്മൾ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അഹങ്കാരമുള്ള രീതിയിലൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ പറയുന്നത് നിനക്ക് എന്തൊരു അഹങ്കാരമാണ് എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഹൗ അറഗൻറ്റ് യു ആർ. ഹൗ അറഗൻറ്റ് യു ആർ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തൊരു അഹങ്കാരമാണ് എന്നാണ് മീനിങ്.
അറഗൻറ്റ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി അടുത്തത് എനിക്കിപ്പോൾ പോകേണ്ടതുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടപ്പം ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഹാവ് ടു ഗോ നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പോകേണ്ടതുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് ടു ഗോ നൗ. പിന്നെ നമ്മൾ പറയത്തില്ലേ അവൻ വേറെ എന്തോ ആണ് പറഞ്ഞത്. അതെങ്ങനെ പറയും? വേറെ എന്തോ എന്ന് പറയാൻ സംതിങ് എൽസ് എന്ന് പറയാം. സംതിങ് എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എന്തോ എന്നാണ് മീനിങ്. സോ അവൻ വേറെ എന്തോ ആണ് പറഞ്ഞത് എന്ന് പറയാൻ ഹി സെഡ് സംതിങ് എൽസ്. ഹി സെഡ് സംതിങ് എൽസ്. അവൻ വേറെ എന്തോ ആണ് പറഞ്ഞത് എന്നാണ് മീനിങ്. ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ അവൻ വേറെ എന്താണ് പറഞ്ഞത്? വേറെ എന്താണ് എന്ന് ചോദിക്കേണ്ടപ്പം വാട്ട് എൽസ് എന്ന് ചോദിക്കണം. സോ വാട്ട് എൽസ് ഡിഡ് ഹീ സേ എന്ന് ചോദിച്ചാൽ വേറെ എന്താണ് അവൻ പറഞ്ഞത് എന്നാണ് മീനിങ്. വാട്ട് എൽസ് ഡിഡ് ഹീ സേ. ഇനി അടുത്തത് നമ്മൾ കണ്ടുമുട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി എന്ന് പറയണം. അതെങ്ങനെ പറയും? കുറേ കാലമായി എന്ന് പറയാൻ ഇറ്റ് ഹാസ് ബീൻ സോ ലോങ് എന്ന് പറയാം. സോ ലോങ് എന്ന് പറഞ്ഞാൽ വളരെ കാലം എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഇറ്റ് ഹാസ് ബീൻ സോ ലോങ് എന്ന് പറഞ്ഞാൽ വളരെ കാലമായി എന്നാണ് മീനിങ്. നമ്മൾ കണ്ടിട്ട് എന്ന് പറയാൻ സിൻസ് വി മെറ്റ്. സിൻസ് വി മെറ്റ്. സോ ഇറ്റ് ഹാസ് ബീൻ സോ ലോങ് സിൻസ് വി മെറ്റ്. അതായത് നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി എന്നാണ് മീനിങ്. ഇനി അടുത്തത് അതവൻ അവൻ്റെ കടമയായിട്ട് കരുതുന്നു എന്ന് പറയണം. അവൻ്റെ കടമ എന്നെങ്ങനെയാണ് പറയുന്നത്? ഹിസ് ഡ്യൂട്ടി. അവൻ അത് കരുതുന്നു എന്നെങ്ങനെ പറയും? ഹീ കൺസിഡേഴ്സ് ഇറ്റ്. സോ ഹീ കൺസിഡേഴ്സ് ഇറ്റ് ഹിസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവൻ അത് അവൻ്റെ കടമയായിട്ട് കരുതുന്നു എന്നാണ് മീനിങ്. ഹീ കൺസിഡേഴ്സ് ഇറ്റ് ഹിസ് ഡ്യൂട്ടി. ഇനി എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് ചേഞ്ച് ബാക്കി തരുമ്പോൾ നമ്മൾ പറയത്തില്ലേ ബാക്കി നീ വെച്ചോ അല്ലെങ്കിൽ ബാക്കി നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? യു ക്യാൻ കീപ് ദ ചേഞ്ച്. യു ക്യാൻ കീപ് ദ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബാക്കി ആ ചില്ലറ നിങ്ങൾ എടുത്തോളൂ അല്ലെങ്കിൽ ടിപ്പായിട്ട് എടുത്തോളൂ എന്നുള്ള ഒരു മീനിങ് ആണ് യു ക്യാൻ കീപ് ദ ചേഞ്ച്. ഇനി നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? മിണ്ടാതിരിക്കൂ എന്ന് പറയാൻ കീപ് ക്വയറ്റ് എന്ന് പറയാം. ഞാൻ ഫോണിലായിരിക്കുമ്പോൾ എന്ന് പറയാൻ വൈൽ ഐ ആം ഓൺ ദ ഫോൺ. സോ കീപ് ക്വയറ്റ് വൈൽ ഐ ആം ഓൺ ദ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിലായിരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള മീനിങ് ആണ്. കീപ് ക്വയറ്റ് വൈൽ ഐ ആം ഓൺ ദ ഫോൺ. ഇനി അടുത്തത് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? സത്യസന്ധമായി പറഞ്ഞാൽ എന്ന് പറയാം ടു ബി ഓണസ്റ്റ് എന്ന് പറയാം. ടു ബി ഓണസ്റ്റ്. ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നെങ്ങനെ പറയും? ഐ ആം വെരി ഹാപ്പി. സോ ടു ബി ഓണസ്റ്റ് ഐ ആം വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നാണ് മീനിങ്. ടു ബി ഓണസ്റ്റ് ഐ ആം വെരി ഹാപ്പി. ഇനി അടുത്തത് ഒന്നുകിൽ നീ പോവുക അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക അല്ലെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഒന്നുകിൽ നീ പോവുക എന്ന് പറയാൻ ഐദർ യു ഗോ എന്ന് പറയാം. ഐദർ യു ഗോ അല്ലെങ്കിൽ ഓർ എന്നെ പോകാൻ അനുവദിക്കുക ലെറ്റ് മീ ഗോ. ഐദർ യു ഗോ ഓർ ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നീ പോവുക അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഐദർ യു ഗോ ഓർ ലെറ്റ് മീ ഗോ. ഇവിടെ ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ എന്നെ പോകാൻ അനുവദിക്കുക എന്നാണ് മീനിങ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ഉപകാരപ്പെടുന്ന സെൻറ്റൻസസ് ആണിത്. സോ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇംഗ്ലീഷ് സംസാരിച്ച് മാത്രമേ നമുക്ക് ഫ്ലുവൻ്റ് ആകാൻ സാധിക്കുകയുള്ളൂ. സോ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ആൻഡ് സ്റ്റേ